വേനൽ കനത്തതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വേനൽ ഇനിയും കനത്ത് ജലലഭ്യത കുറഞ്ഞാൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ മുൻപോട്ട് വയ്ക്കുന്നത്. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു. ജലലഭ്യതയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. വേനലിന് കാഠിന്യമേറി മണ്ണ് കൂടുതലായി വരളുന്നതോടെ പുതിയ കൃഷി ഇറക്കുന്നത് നീളും. ജലത്തിന്റെ ലഭ്യത കുറവിനൊപ്പം പകൽ സമയത്തെ ഉയർന്ന ചൂട് കൂടിയാകുമ്പോൾ കൃഷിവിളകൾ കരിഞ്ഞു തുടങ്ങും. വേനൽക്കാലത്തും കൃഷിയിടങ്ങളിൽ ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ വട്ടവടയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു. വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ, അത് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ഡാം പോലും വട്ടവട പഞ്ചായത്തിലില്ല. സർക്കാർ ഭാഗത്ത് നിന്ന് ചെക്ക് ഡാമുകൾ കുറേ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറേ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈമും കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത്. മൂപ്പെത്തുന്ന പച്ചക്കറികൾ വിളവെടുത്ത ശേഷം അടുത്ത കൃഷി ഇറക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളും. കൃഷിയിടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായെങ്കിലും പിന്നീട് മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും വട്ടവടയിലെ കർഷകർക്കുണ്ട്. സൂര്യകാന്തി മുതൽ ക്യാരറ്റും ക്യാബേജും ബീൻസും സ്ട്രോബെറിയുമെല്ലാം വട്ടവടയിൽ കർഷകർ ധാരാളമായി വിളയിക്കുന്നു. വേനൽക്കാലത്തു കൂടി കർഷകർക്ക് വേണ്ട വിധം കൃഷി തുടരാനായാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനാകും.